ഹലോ, വെൽക്കം ടു ദ വീഡിയോ. ഇന്ന് ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റിംഗ് എന്ന BA ഇംഗ്ലീഷിൻ്റെ കോർ പേപ്പറിലെ ഇന്ത്യൻ ഇംഗ്ലീഷ് നോവൽ എന്ന ഒന്നാമത്തെ ബ്ലോക്കിലെ യൂണിറ്റാണ്. ഇന്ത്യൻ ഇംഗ്ലീഷ് നോവൽ, ഇന്ത്യൻ ഇംഗ്ലീഷ് സാഹിത്യത്തിൻ്റെ ചരിത്രം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഏതാനും വീഡിയോകളായിട്ട്. ഇന്ത്യൻ ഇംഗ്ലീഷ് പോയട്രി നമ്മൾ ചർച്ച ചെയ്തു, ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റിങ്ങിൻ്റെ ചരിത്രം നമ്മൾ ചർച്ച ചെയ്തതാണ്. നമുക്ക് ഈ വീഡിയോയിൽ ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഇന്ത്യൻ ഇംഗ്ലീഷ് നോവലിൻ്റെ ചരിത്രം നമുക്ക് പരിശോധിക്കാം. ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ത്യൻ ഇംഗ്ലീഷ് നോവൽ യൂണിറ്റ് 4. ഈ യൂണിറ്റിലെ ബ്ലോക്ക് 1 4ാമത്തെ യൂണിറ്റിൽ നമ്മൾ ഇന്ത്യൻ ഇംഗ്ലീഷ് നോവലിനെ കുറിച്ചാണ് പഠിക്കുന്നത്. നമ്മൾ ഇതിനു മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇന്ത്യൻ ഇംഗ്ലീഷ് എന്ന പദം തന്നെ ഇന്ത്യൻ വേർഷൻ, ഇംഗ്ലീഷിൻ്റെ ഇന്ത്യൻ ഡയലക്റ്റ്, അത്തരം ഇന്ത്യൻ ഡയലക്റ്റിൽ എഴുതിയ കൃതികൾ എന്ന അർത്ഥമുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിൽ വെച്ച് ഇംഗ്ലീഷ് ഭാഷയിൽ എഴുതിയ ഇംഗ്ലീഷ് ഭാഷയിൽ ഇന്ത്യക്കാരാൽ എഴുതിയ ഇംഗ്ലീഷ് നോവലുകൾ എന്നും അർത്ഥമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ആ രണ്ട് അർത്ഥങ്ങളും ഉൾക്കൊള്ളുക എന്ന് വെച്ചാൽ രണ്ട് തരം എഴുത്തുകാർ ഇന്ത്യൻ ഇംഗ്ലീഷ് നോവൽ നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. വർത്തമാനകാലത്തിലില്ല, ചരിത്രത്തിലെ. ബ്രിട്ടീഷുകാർ ഇന്ത്യയിലുള്ള സമയത്ത് അവരിൽ ചിലർ ഇന്ത്യയിൽ വെച്ചുകൊണ്ട് സാഹിത്യരചന നടത്തിയിരുന്നു. അത്തരം സാഹിത്യരചനകളെയാണ് ആദ്യകാലങ്ങളിലൊക്കെ ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റിംഗ് എന്ന് വിളിച്ച് ഉൾപ്പെടുത്തിയിരുന്നത്. പിന്നീടാണ് ഇന്ത്യൻസ് തന്നെ കൂടുതൽ ഇംഗ്ലീഷ് ഭാഷ പഠിക്കുകയും ഇംഗ്ലീഷ് ഭാഷയിൽ എഴുതേണ്ട ഒരു സാഹചര്യം, രാഷ്ട്രീയ സാഹചര്യവും മറ്റും ഉരുത്തിരിഞ്ഞു വരികയും ഇംഗ്ലീഷ് ഭാഷ നമുക്കൊരു അന്യഭാഷയല്ല, നമ്മുടെ സ്വന്തം ഒരു കൾച്ചറിൻ്റെ ഭാഷയായി മാറുന്ന ഒരു വലിയ പരിണാമം സംഭവിക്കുകയും അങ്ങനെ സ്വാതന്ത്ര്യത്തിന് ശേഷവും തുടരുകയും ഇംഗ്ലീഷ് ഭാഷയിലുള്ള സാഹിത്യകൃതികൾ ഇന്ത്യക്കാരാൽ എഴുതപ്പെടുകയും ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അപ്പം അത് ഒരു പരിണാമമാണ്. തുടക്കത്തിൽ ഏതാനും കുറച്ച് ഇന്ത്യൻ എഴുത്തുകാർ ഇംഗ്ലീഷിൽ എഴുതിയിരുന്നു. എന്നാൽ അവരുടെ ഇംഗ്ലീഷ് ഭാഷ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഇംഗ്ലീഷ് തന്നെയായിരുന്നു. ബ്രിട്ടീഷുകാർ നൽകിയ ബ്രിട്ടീഷ് ഇംഗ്ലീഷ് തന്നെയായിരുന്നു. അത് ഇന്ത്യൻ ഇംഗ്ലീഷിലേക്ക് ഒരു ചുവടുമാറ്റം അല്ലെങ്കിൽ ഒരു പരിണാമം ഞാൻ സൂചിപ്പിച്ച പോലെ അത് കുറേ വർഷങ്ങളുടെ ഒരു പരിണാമമാണ്. അത് സ്വാതന്ത്ര്യത്തിന് ശേഷവും അത് കൂടുതൽ തുടരുകയാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷമാണ് അത് കൂടുതൽ പ്രകടമാകുന്നതെന്ന് വേണമെങ്കിൽ പറയാം. 1984 സൽമാൻ റഷ്ദി മിഡ് നൈറ്റ് സ്റ്റുഡൻറ് എന്ന നോവൽ പ്രസിദ്ധീകരിക്കുമ്പോൾ അതിൻ്റെ ആമുഖത്തിൽ ഈ വസ്തുതയെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഇന്ത്യൻ ഇംഗ്ലീഷ് എന്ന ഇന്ത്യൻ സ്ട്രീറ്റ് ഇംഗ്ലീഷ്, അതാണ് ഇന്ത്യൻ ഇംഗ്ലീഷ്, ബോളിവുഡ് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ബോളിവുഡൈസ്ഡ് ഇംഗ്ലീഷ്, അതായത് ഇംഗ്ലീഷും ഹിന്ദിയും ഒക്കെ കലർന്ന ഒരു ഇംഗ്ലീഷ്. ഇത് അദ്ദേഹത്തിൻ്റെ നോവലിനും അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്. ഇത്തരത്തിൽ പുതിയ എഴുത്തുകാർ വന്ന ആ സമയത്തുള്ള പുതിയ എഴുത്തുകാർ, അവർ പ്രധാനപ്പെട്ട എഴുത്തുകാരായിരുന്നു. ഇവർ തീർച്ചയായും ഒരു വലിയ പരിണാമത്തെ നോക്കിക്കാണുകയും അതിനെക്കുറിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ചരിത്രം പഠിക്കാം. ഇമ്പാക്റ്റ് ഓഫ് ഗാന്ധിയൻ മൂവ്മെൻറ്റ് ഓൺ ഇന്ത്യൻ ഇംഗ്ലീഷ് ഫിക്ഷൻ. നമുക്കറിയാം, ഗാന്ധിയൻ മൂവ്മെൻറ്റ് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ സമര രീതിയായിരുന്നു ഗാന്ധിയൻ സമര രീതി. The Gandhian movement headed by Mahatma Gandhi left an indelible mark. Indelible എന്ന് പറഞ്ഞാൽ irremovable or മായ്ക്കാൻ സാധിക്കാത്തത്. Left an indelible mark on Indian English fiction, shaping its themes, characters and narrative styles. Indian English നോവൽ, ഫിക്ഷൻ എന്ന വാക്ക് നോവൽ എന്ന ആ ഒരു സാഹിത്യ രൂപത്തിന് ഉപയോഗിക്കുന്ന മറ്റൊരു പദപ്രയോഗമാണ് ഫിക്ഷൻ. ഓക്കെ, ഇന്ത്യൻ ഇംഗ്ലീഷ് ഫിക്ഷനിൽ പുതിയ തീമുകൾ വന്നു, പുതിയ ക്യാരക്ടേഴ്സ് വന്നു, പുതിയ ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സിനെ ഉൾപ്പെടുത്തുന്നു, ഇന്ത്യക്കാരായ കഥാപാത്രങ്ങൾ വരുന്നു, ഇന്ത്യക്കാരായ എഴുത്തുകാരുടെ പുതിയ ആഖ്യാന ശൈലികൾ കൊണ്ടുവരുന്നു. ഇതൊക്കെ ഗാന്ധിയൻ സമര കാലഘട്ടത്തിൽ ഉണ്ടായ മായ്ക്കാൻ സാധിക്കാത്ത ചില ഓർമ്മപ്പെടുത്തലുകളാണ്, പുതിയ മാറ്റങ്ങളുടെ സൂചകങ്ങളായിരുന്നു ആ കാലഘട്ടത്തിലുള്ള. ദിസ് ട്രാൻസ്ഫോർമേറ്റീവ് ഇറ ഇൻ ഇന്ത്യസ് ഹിസ്റ്ററി marked by non-violent resistance, civil disobedience, and a quest for self-rule, resonated deeply with writers who sought to capture the spirit of the times through their literary works. So writers during this time were influenced by Mahatma Gandhi and his ideals. The ideals ഏതൊക്കെയാണ്? Non-violence, civil disobedience, and a quest for self-rule. Quest എന്ന് പറഞ്ഞ ഒരു
ആഗ്രഹം, പ്രയാണം എന്നൊക്കെ അർത്ഥം. ഇതൊക്കെ അക്കാലത്തെ എഴുത്തുകാരെ സ്വാധീനിച്ചു. ദി ഇമ്പാക്ട് ഓഫ് ദ ഗാന്ധിയൻ മൂവ്മെന്റ് ഓൺ ഇന്ത്യൻ ഇംഗ്ലീഷ് ഫിക്ഷൻ ക്യാൻ ബി സീൻ ഇൻ വേരിയസ് ആസ്പെക്ട്സ്, ഫ്രം ദി എക്സ്പ്ലോറേഷൻ ഓഫ് തീംസ് റിലേറ്റഡ് ടു സോഷ്യൽ ജസ്റ്റിസ് and political activism to the portrayal of characters embodying Gandhian ideals of moral courage and selflessness. ഏതൊക്കെ രീതിയിലാണ് അണ്ടർലൈൻ ചെയ്യുക ആ സെൻറ്റൻസ്, ഏതൊക്കെ രീതിയിലാണ് ഗാന്ധിയൻ ഇൻഫ്ലുവൻസ് വരുന്നത്? ഫ്രം ദി എക്സ്പ്ലോറേഷൻ ഓഫ് തീംസ് റിലേറ്റഡ് ടു സോഷ്യൽ ജസ്റ്റിസ്, സാമൂഹ്യ നീതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൈകാര്യം ചെയ്യുക, പൊളിറ്റിക്കൽ ആക്ടിവിസം, രാഷ്ട്രീയ പ്രവർത്തനം അത് കൈകാര്യം ചെയ്യുക, അതുപോലെ തന്നെ ഗാന്ധിയൻ ആദർശങ്ങൾ ഉൾക്കൊള്ളുന്ന കഥാപാത്രങ്ങളെ ചിത്രീകരിക്കുക, അവരുടെ മോറൽ കറേജ്, അവരുടെ ധൈര്യം, ധീരത, അതുപോലെ തന്നെ അവരുടെ നിസ്വാർത്ഥത, ഇതൊക്കെ ചിത്രീകരിക്കുക, ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങളെ കൊണ്ടുവരിക, ഇതും ഗാന്ധിയൻ സ്വാധീനത്തെ വെളിവാക്കുന്നവയാണ്. അപ്പോൾ അതൊന്ന് എന്ത് ചെയ്യുക, അണ്ടർലൈൻ ചെയ്ത് സൂക്ഷിക്കണേ. ആൻസർ എഴുതാൻ വേണ്ടി ഉപയോഗിക്കാവുന്ന ഒരു സെൻറ്റൻസ് ആണ്. One of the most significant impacts of the Gandhian movement on Indian English fiction is the emergence of themes centered around resistance, social justice, and the struggle for ഫ്രീഡം. അണ്ടർലൈൻ ചെയ്യുക. അതും പ്രധാനപ്പെട്ട മറ്റൊരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് റെസിസ്റ്റൻസ്, അതായത് റെസിസ്റ്റൻസ് എന്ന എതിർപ്പ്, ഗവൺമെൻറ്റിനോടുള്ള, ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനോടുള്ള എതിർപ്പ്, സോഷ്യൽ ജസ്റ്റിസ്, സാമൂഹ്യ നീതി ഓൾറെഡി പറഞ്ഞു, സ്ട്രഗിൾ ഫോർ ഫ്രീഡം, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരം, ഇതൊക്കെ തീമുകളായിട്ട് വരാൻ തുടങ്ങി. റൈറ്റേഴ്സ് ലൈക്ക് രാജാ റാവ്, മുൽക്ക് രാജ് ആനന്ദ് ആൻഡ് ഖുഷ്വന്ത് സിംഗ് explored the complexities of Indian society under colonial rule, depicting the harsh realities faced by ordinary people and the transformative power of collective action. ഒരുമിച്ചുള്ള പ്രവർത്തനത്തിൻ്റെ കളക്റ്റീവ് ആക്ഷൻ, ഒരുമിച്ചുള്ള പ്രവർത്തനം, യൂണിറ്റി, അതിൻ്റെ പരിവർത്തന ശക്തി, ട്രാൻസ്ഫോർമേറ്റീവ് പവർ, അതിനെക്കുറിച്ച് ബോധവാന്മാരായി, ചില യാഥാർത്ഥ്യങ്ങളെ ജനങ്ങൾ ബോധവാന്മാരായി. ഇതൊക്കെ തന്നെ ഈ കാലഘട്ടത്തിലെ രചനകളിലേക്ക് കൊണ്ടുവന്നു. പ്രത്യേകിച്ച് രാജാ റാവിനെ പോലെ എഴുത്തുകാർ, മുൽക്ക് രാജ് ആനന്ദിനെ പോലെ, ഖുഷ്വന്ത് സിംഗിനെ പോലെ എഴുത്തുകാരെ. Novels such as Kantapura by Raja Rao, Untouchable by Mulk Raj Anand portrayed the impact of Gandhian ideals on rural communities and marginalized groups, highlighting the resilience and determination of individuals fighting against injustice. അനീതിക്കെതിരെ പോരാടുന്ന വ്യക്തികളുടെ ധീരതയും അതിൻ്റെ നിശ്ചയവും അവരുടെ പിടിച്ചു നിൽക്കാനുള്ള കഴിവുമൊക്കെ മുന്നോട്ട് വയ്ക്കുന്ന നോവലുകളാണ്. കാന്തപുര സമരത്തിൻ്റെ നോവലാണ്, സ്വാതന്ത്ര്യ സമര നോവലാണ്. അതുപോലെ അൺടച്ചബിൾ, കാന്തപുര ഒരു ഇമാജിനറി ലാൻഡ്സ്കേപ്പിൽ നടക്കുന്ന നോവലാണ്, സാങ്കല്പിക സ്ഥലത്ത്. അൺടച്ചബിൾ വളരെയധികം ഒരു സോഷ്യൽ റിയലിസം ആവിഷ്കരിക്കുന്ന നോവലാണ്. തൊട്ടുകൂടാത്ത ആൾക്കാരുടെ കഥയാണ് അൺടച്ചബിൾസ്, മുൽക്ക് രാജ് ആനന്ദിൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ. അപ്പം ഇങ്ങനെ ഗാന്ധിയൻ ഐഡിയൽസ്, ഗാന്ധിയൻ ആദർശങ്ങൾ എങ്ങനെയാണ് റൂറൽ കമ്മ്യൂണിറ്റീസിൽ, ഗ്രാമീണ ജനതകളിലും, അതുപോലെ തന്നെ മാർജിനലൈസ്ഡ് ഗ്രൂപ്പ്സ്, പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾ, ഇവരിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നും ഈ നോവലുകൾ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. The Gandhian movement influenced the portrayal of characters in Indian English fiction. ഇന്ത്യൻ ഇംഗ്ലീഷ് നോവലുകളിൽ ക്യാരക്ടേഴ്സിനെ ചിത്രീകരിക്കുന്നതിന് ഗാന്ധിയൻ മൂവ്മെന്റ് വലിയ സ്വാധീനമാണ് ചെലുത്തിയത്. With protagonists often embodying the principles of non-violence, selflessness, and moral courage espoused by Gandhi, these characters became symbols of hope and change, challenging oppressive systems and advocating for social reform. Female characters, in particular, gained prominence during this period, reflecting the active participation of women in the freedom movement and their role in shaping social norms. സാമൂഹ്യ നിയമങ്ങളെ മാറ്റിയെഴുതുന്നതിൽ സ്ത്രീകൾക്ക് വലിയ പങ്ക് ഇക്കാലത്ത് വന്നു, പ്രത്യേകിച്ച് കഥാപാത്രങ്ങളായിട്ട്. അതുപോലെ തന്നെ നിസ്വാർത്ഥ സേവനവും നോൺ വയലൻസും ധൈര്യവും എന്താ പറയുക, ഒരു മൂല്യങ്ങളെക്കുറിച്ചുള്ള ബോധമൊക്കെയുള്ള ക്യാരക്ടേഴ്സ് കൂടുതലായി ഈ കാലത്ത് നോവലുകളിൽ കടന്നു വന്നു. ഇതൊക്കെ ഗാന്ധിയൻ ഇൻഫ്ലുവൻസ് ആണെന്ന് പറയാം. ഈ പാരഗ്രാഫ് ഒന്ന് നോട്ട് ചെയ്യുക. വാട്ട് ഇസ് ദ ഗാന്ധിയൻ ഇൻഫ്ലുവൻസ് എന്ന് ചോദിച്ചാൽ ഇത് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് തന്നെയാണ്. ഇൻ ടേംസ് ഓഫ് നറേറ്റീവ് ടെക്നിക്സ് ആൻഡ് ലിറ്റററി സ്റ്റൈൽ, ദ ഗാന്ധിയൻ മൂവ്മെന്റ് സ്പേർഡ് എക്സ്പെരിമെന്റേഷൻ ആൻഡ് ഇന്നോവേഷൻ ഇൻ ഇന്ത്യൻ ഫിക്ഷൻ. അടുത്ത രണ്ട് കാര്യങ്ങളാണ് എക്സ്പെരിമെന്റേഷൻ, പരീക്ഷണാത്മകത, ഇന്നോവേഷൻ, നവീനത, പുതിയ കാര്യങ്ങൾ കൊണ്ടുവരിക. ഇത് രണ്ടും എക്സ്ട്രാ ഇമ്പാക്റ്റുകളാണ്, പുതിയ ഇമ്പാക്റ്റാണ് ഗാന്ധിയുടെ. റൈറ്റേഴ്സ് began to incorporate elements of folk tradition, symbolism and allegory into their narratives. അവരുടെ എഴുത്തുകളിൽ ഫോക്ക് ട്രഡീഷൻ, പാരമ്പര്യം അല്ലെങ്കിൽ നാടൻ കലകൾ, സിംബോളിസം, പ്രതീകങ്ങൾ, അലിഗറീസ്, അതുപോലെ തന്നെ അലിഗറി എന്ന് പറയുന്നത് ഒരു സിംബോളിക്കായ, അതായത് ഒരു ആശയത്തെ ഉപയോഗിച്ചുകൊണ്ട് ഒരു കഥാപാത്രം സൃഷ്ടിക്കുന്ന തരത്തിലെ
ഉള്ള കഥാരചന ശൈലിയാണ്. ഇത്തരത്തിലുള്ള ഒരുപാട് പുതിയ ശൈലികൾ എഴുത്തുകാർ ഉപയോഗിക്കാൻ തുടങ്ങി. അക്കാലത്ത് ഇന്ത്യയിൽ ഉപയോഗിക്കാത്ത ശൈലികൾ എന്ന് പറയാം. പ്രത്യേകിച്ച് ഇംഗ്ലീഷ് രചനകളിൽ അക്കാലത്ത് ഉപയോഗിക്കാത്ത ശൈലികൾ. ഇന്ത്യൻ പ്രാദേശിക സാഹിത്യത്തിൽ ഈ ശൈലികളൊക്കെ ആ കാലത്തും ഉണ്ടായിരുന്നു. ദസ് ക്രിയേറ്റിംഗ് എ മോർ ലെയേർഡ് ആൻഡ് കോംപ്ലെക്സ് സ്റ്റോറി ടെല്ലിംഗ് എക്സ്പീരിയൻസ്. അങ്ങനെ ഒരുപാട് തലങ്ങളുള്ള, ലെയേർഡ് എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ലെയേഴ്സ് ഉള്ള തലങ്ങളുള്ള അനുഭവങ്ങളിലേക്ക് കഥാരചന മാറി. The simplicity and directness of Gandhi's communication style also influenced the language and dialogue in these novels. Underline ചെയ്യുക, ഡയലോഗിനെയും സ്വാധീനിച്ചു ഗാന്ധിയുടെ സിംപ്ലിസിറ്റി. ആഡിങ് ഓത്തൻറ്റിസിറ്റി ആൻഡ് ഡെപ്ത് ടു ദ ക്യാരക്ടേഴ്സ് ഇൻറ്ററാക്ഷൻസ്. ഇത് കഥാപാത്രങ്ങൾ കൂടുതൽ ഒത്തൻറ്റിസിറ്റി, ഡെപ്ത് ഒക്കെ നൽകി, കൂടുതൽ ആധികാരികത നൽകി. The legacy of the Gandhian movement in Indian English fiction is evident in contemporary literature as well, with writers continuing to explore themes of social activism, environmentalism and political resistance inspired by Gandhi's principles. ഗാന്ധിയുടെ ആദർശങ്ങളിൽ പ്രേരിതരായിട്ട് ഇന്നും ഈവൻ കണ്ടംപററി റൈറ്റേഴ്സ്, ഇന്നത്തെ സമകാലിക എഴുത്തുകാരും സാമൂഹ്യ പ്രവർത്തനവും പ്രകൃതി പ്രവർത്തനങ്ങളും രാഷ്ട്രീയ വിഷയങ്ങളൊക്കെ എഴുത്തുകളിൽ തങ്ങളുടെ രചനകളുടെ ഭാഗമാക്കാറുണ്ട്. Works by authors like Arundhati Roy, Amitav Ghosh and Rohinton Mistry reflect the ongoing relevance of Gandhian ideals in today's global context, reinforcing the enduring impact of the Gandhian movement on Indian English fiction. ഈ ആധുനിക എഴുത്തുകാർ, പുതിയ എഴുത്തുകാർ, റോയെ പോലെ, ഘോഷിനെ പോലെ, മിസ്ട്രിയെ പോലുള്ള പുതിയ എഴുത്തുകാർ ഗാന്ധിയൻ ആദർശങ്ങളെ എങ്ങനെ ഇന്ന് ലോകത്തിന് ആവശ്യമാണെന്ന് തെളിയിക്കുന്നു അവരുടെ രചനകളിലൂടെ. അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. കോൺട്രിബ്യൂഷൻസ് ഓഫ് ദ ട്രയോ, ത്രിമൂർത്തികളുടെ സംഭാവനകൾ ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റിംഗിൽ പോസ്റ്റ് ഇൻഡിപെൻഡൻസ്. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ദർ ഇസ് പോസ്റ്റ് ഇൻഡിപെൻഡൻസ്, പ്രീ ഇൻഡിപെൻഡൻസ്, പോസ്റ്റ് ഇൻഡിപെൻഡൻസ് എന്നീ രണ്ട് പൊതുവിലുള്ള ഡിവിഷൻസ് ഇന്ത്യൻ ഇംഗ്ലീഷ് ഫിക്ഷനിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ പൊതുവിൽ നമുക്ക് പറയാം. പ്രീ ഇൻഡിപെൻഡൻസ് ആണ് ഇൻഡിപെൻഡൻസിന് മുമ്പ്, പോസ്റ്റ് ഇൻഡിപെൻഡൻസിന് ശേഷം പൊതുവിലുള്ള ഒരു ഡിവിഷനാണ് ഇത്. ഇതിൻ്റെ ഇടയിൽ തന്നെ സബ് ഡിവിഷൻസ് ധാരാളം ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, പ്രീ ഇൻഡിപെൻഡൻസ് ലിറ്ററേച്ചറിൽ, ഇൻഡിപെൻഡൻസിന് മുൻപ് ഒരു ട്രയോ, 3 പ്രധാന എഴുത്തുകാരുടെ ഒരു അല്ലെങ്കിൽ എന്താ പറയുക, ഒരു പ്രധാനപ്പെട്ട ട്രെൻഡ് സെറ്റേഴ്സായിട്ട് 3 പ്രധാനപ്പെട്ട എഴുത്തുകാരുണ്ടായിരുന്നു. അവർ അക്കാലത്ത് ത്രിമൂർത്തികളെന്ന് അല്ലെങ്കിൽ പിൽക്കാലത്ത് ചരിത്രകാരനെ അങ്ങനെയാണ് വിളിച്ചത് അവരെ. കാരണം അവരുടെ നോവലുകൾ അക്കാലത്ത് ഇന്ത്യൻ ഇംഗ്ലീഷ് സാഹിത്യത്തെ ഷെയ്പ്പ് ചെയ്യുന്ന, രൂപം കൊടുക്കുന്നതിന് വലിയ പങ്ക് വഹിച്ചു. വലിയ ഇൻഫ്ലുവൻഷ്യൽ ആയിരുന്നു അവരുടെ കൃതികൾ എന്ന് പറയാം. ഇതിൽ ചില എഴുത്തുകാർ സ്വാതന്ത്ര്യത്തിന് ശേഷവും തുടർന്നിട്ടുണ്ട്. സ്വാതന്ത്ര്യത്തിന് ശേഷവും ഇവർ ഇതുപോലെ തന്നെ തുടർന്നിട്ടുണ്ട്, ആ പ്രാധാന്യത്തിലും അവരുടെ പോപ്പുലാരിറ്റിയിലും ഒക്കെ തന്നെ. സ്വാതന്ത്ര്യത്തിന് മുൻപ് തന്നെ എഴുതി തുടങ്ങിയവരുമാണ് ഇവർ. ദ കോൺട്രിബ്യൂഷൻസ് ഓഫ് രാജാറാം, മുൽക്രാജ് ആനന്ദ് ആൻഡ് R.K. നാരായൺ, ഈ 3 പേരുമാണ് അവർ. To Indian English novels have been profound and far-reaching, shaping the landscape of Indian literature in significant ways. These 3 literary giants, often referred to as the trio underline of the Indian English literature, each brought their unique perspectives, styles and themes to the forefront, enriching the literary scene of the period. അക്കാലത്തെ സാഹിത്യമണ്ഡലത്തെ സ്വാധീനിച്ച 3 പേർ ട്രയോ എന്നവരറിയപ്പെടുന്നു അക്കാലത്ത്. Raja Rao, born in 1908, was one of the pioneering figures of Indian English fiction. ഓർമ്മിക്ക് 1908 ജനനം രാജാറാവ്. ഇന്ത്യൻ ഇംഗ്ലീഷ് ഫിക്ഷനിലെ പ്രധാനപ്പെട്ട വ്യക്തിത്വമാണ്. His works are characterized by their philosophical depth. ആഴത്തിലുള്ള താത്വികതയാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത. Intricate narrative structures, വളരെ കോംപ്ലക്സ് ആയ ആഖ്യാന ശൈലി, and exploration of Indian spiritual and cultural themes, ആത്മീയത അദ്ദേഹത്തിൻ്റെ ഒരു വിഷയമാണ്. In novels like Kantapura, The Serpent and the Rope, these 2 novels, Rao explored the complexities of Indian society, blending traditional storytelling techniques with modernist sensibilities. പാരമ്പര്യ കഥാരചനാ ശൈലിയും ആധുനികതയുടെ ചിന്തകളും അദ്ദേഹത്തിൽ സന്നിവേശിപ്പിച്ചിരിക്കുന്ന. His use of language was particularly noteworthy. ലാംഗ്വേജിൻ്റെ യൂസ് ശ്രദ്ധിക്കേണ്ട ഒന്നാണ്, അദ്ദേഹം എങ്ങനെ ഉപയോഗിച്ചു. As he skillfully incorporated elements of Indian vernaculars and mythology into his English prose, creating a distinct and vibrant literary style. ഇന്ത്യൻ നാട്ടുഭാഷയുടെ വെർനാക്കുലേഴ്സ്, സംസാര ഭാഷ, സാധാരണ ജനങ്ങൾ ഉപയോഗിക്കുന്ന ഭാഷ, അതുപോലെ ഇന്ത്യൻ മിത്തോളജി, ഇതൊക്കെ തന്നെ ഇംഗ്ലീഷ് രചനകളിലേക്ക് അദ്ദേഹം ഇൻകോർപ്പറേറ്റ് ചെയ്തു, ഉപയോഗിച്ചു, ഉൾക്കൊള്ളിച്ചു. അത് പുതിയൊരു ശൈലിക്ക്, ഒരു സ്റ്റൈലിന് ജന്മം നൽകി. Mulkraj Anand, next person, born in 1905,
was another influential voice in Indian English literature, known for his realistic portrayals of social issues and injustices. കുറച്ച് റിയലിസമാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. His novels such as Untouchable and Coolie shed light on the struggles of marginalized communities in India. പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതകളുടെ സ്ട്രഗിൾസ്, അവരുടെ കഷ്ടതകളെക്കുറിച്ചാണ് അൺടച്ചബിൾ എന്ന നോവല്, കൂലി എന്ന നോവല്. ഈ കൂലി ഒരു അൺടച്ചബിളും കൂലിയും സിനിമയൊക്കെ ആയിട്ടുള്ള നോവലുകളാണ്, പഴയ ബോളിവുഡ് സിനിമകളായിരുന്നത്. His writing was characterized by its empathy, humanism and commitment to social reform. അദ്ദേഹത്തിൻ്റെ എഴുത്തിലെ പ്രധാനപ്പെട്ട പ്രത്യേകതകളാണ് പറഞ്ഞത്, അണ്ടർലൈൻ ചെയ്യുക. എംപതി, സഹാനുഭൂതി; ഹ്യൂമനിസം, മാനവികത; സാമൂഹ്യ പരിഷ്കരണത്തിന് വേണ്ടിയുള്ള ഡെഡിക്കേഷൻ, കമ്മിറ്റ്മെന്റ്. Through vivid characterizations and powerful storytelling, Anand confronted caste discrimination, poverty, and the impact of colonialism on Indian society, sparking important conversations and raising awareness about pressing social issues. അക്കാലത്ത് വളരെയധികം ജനങ്ങളെ സ്വാധീനിച്ചിരുന്ന സാമൂഹ്യ വിഷയങ്ങളിൽ അവയെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുക, ദാരിദ്ര്യത്തിൻ്റെ അതുപോലെ തന്നെ കാസ്റ്റ് ബേസ്ഡ് ഡിസ്ക്രിമിനേഷനെ കുറിച്ചുള്ള അവബോധം വളർത്തുക. ഇതിനെയൊക്കെ ആനന്ദ് തൻ്റെ കഥകളിലൂടെ ജനങ്ങളിലേക്ക് എത്തിച്ചു. പ്രത്യേകിച്ച് കാസ്റ്റ് ഡിസ്ക്രിമിനേഷനെതിരായിട്ടും ദാരിദ്ര്യത്തിനെയൊക്കെ അദ്ദേഹം ചാലഞ്ച് ചെയ്യുകയാണ്. അതുപോലെ എങ്ങനെയാണ് കൊളോണിയലിസം ഇന്ത്യൻ സമൂഹത്തെ സ്വാധീനിക്കുന്നത്, ഇതൊക്കെ തൻ്റെ കഥകളിലൂടെ, തൻ്റെ നോവലുകളിലൂടെ അദ്ദേഹം ആവിഷ്കരിക്കുന്നത്. പ്രധാന വിഷയങ്ങൾ അദ്ദേഹം ചർച്ച ചെയ്തൊക്കെ. ഇനി R.K. Narayan, born in 1906, is perhaps the most widely recognized and beloved among the trio. ഈ 3 പേരിൽ ട്രയോയിൽ ഏറ്റവും പോപ്പുലർ, ഏറ്റവും ജനപ്രിയൻ ആരാന്ന് വെച്ചാൽ R.K. Narayan ആയിരുന്നു. His fictional town Malgudi, depicted in novels like Swami and Friends, The Guide and The English Teacher, became a microcosm of Indian life filled with memorable characters and everyday adventures. ഒരു ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങളുള്ള, സാഹചര്യങ്ങൾ, കഥാതന്തുക്കളുള്ള, കഥാപശ്ചാത്തലമുള്ള നോവലുകളാണ് സ്വാമി ആൻഡ് ഫ്രണ്ട്സ്, ദ ഗൈഡ് സിനിമയായിട്ടുണ്ട്, ദി ഇംഗ്ലീഷ് ടീച്ചർ എന്നിവ. ഇവയിൽ കാണുന്ന ഒരു പൊതു പ്രത്യേകത, ഇവയൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്ന ഈ നോവലുകളൊക്കെ തന്നെ നടക്കുന്നത് മാൽഗുഡി എന്ന ഒരു ടൗണിലാണ്. മാൽഗുഡി ഒരു സാങ്കല്പിക ടൗണാണ്, സാങ്കല്പിക പട്ടണമാണ്. ഇത് R.K. നാരായണൻ്റെ ഒരു സൃഷ്ടിയാണ്. നമ്മുടെ തോമസ് ഹാർഡിയുടെ വെസെക്സ് പോലെ ഒരു സാങ്കല്പിക പ്രദേശം തന്നെ R.K. നാരായണൻ തൻ്റെ നോവലുകളിലൂടെയും ചെറുകഥകളിലൂടെയും സൃഷ്ടിക്കുകയായിരുന്നു. ഇന്ത്യൻ ഇംഗ്ലീഷ് ഷോർട്ട് സ്റ്റോറി നമുക്ക് അടുത്ത് പഠിക്കാനുണ്ട്. അവിടെയും R.K. നാരായണൻ പ്രമുഖ വ്യക്തിത്വമായി നിലകൊള്ളുന്നത് കാണാൻ സാധിക്കും. കാരണം അവിടെയുമുണ്ട് ഈ R.K. നാരായണൻ്റെ കോൺട്രിബ്യൂഷൻ ത്രൂ ഹിസ് ഷോർട്ട് സ്റ്റോറീസ്. ഓർമ്മിക്കുക. പോസ്റ്റ് ഇൻഡിപെൻഡൻസ് നോവലിസ്റ്റുകളെ കുറിച്ചാണ് അടുത്തത്. ഇൻഡിപെൻഡൻസിന് ശേഷം വന്നവരാരാണ്? The period following India's independence in 1947 marked a significant turning point in the nation's literary landscape, particularly in the realm of Indian English language literature. Post-independence Indian English novelists emerged as powerful voices, grappling with the themes of identity, culture and social change. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് ശേഷം സാമൂഹ്യ മാറ്റത്തെക്കുറിച്ചും സാംസ്കാരികമായ സവിശേഷതകളെക്കുറിച്ചും നമ്മുടെ വ്യക്തിപരമായ ഐഡൻറ്റിറ്റിയെക്കുറിച്ചും രാജ്യത്തിൻ്റെ ഐഡൻറ്റിറ്റിയെക്കുറിച്ചും ഒക്കെയുള്ള ഒരുപാട് വിഷയങ്ങളുമായി ശക്തമായ ഒരുപാട് വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിരവധി എഴുത്തുകാർ വന്നു. ആസ് വി ഹാവ് ലേൺഡ് ഇൻ ദ പ്രീവിയസ് സെക്ഷൻ, one of the towering figures in post-independence Indian English literature was R.K. Narayan. പ്രധാനപ്പെട്ട ഈ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷവും പ്രധാനപ്പെട്ട സംഭാവനകൾ നൽകിയ ഒരു എഴുത്തുകാരനാണ് R.K. നാരായൺ. അണ്ടർലൈൻ ചെയ്യുക. His timeless novels such as The Guide and Swami and Friends captured the essence of Indian society with wit and insight. Narayan's narratives often involved around everyday characters and their struggles. ദൈനംദിന ജീവിതത്തിൽ കാണുന്ന കഥാപാത്രങ്ങൾ, അവരുടെ ശ്രമകരമായ ജീവിത ദൗത്യങ്ങളും ഒക്കെയാണ് ഈ കഥകളിലെ വിഷയങ്ങൾ. ഓഫറിംഗ് എ പോയിഗ്നന്റ് പോർട്രയൽ ഓഫ് പോസ്റ്റ് കൊളോണിയൽ ഇന്ത്യസ് സോഷ്യൽ ഫാബ്രിക്. വളരെ ചിന്തോദ്ദീപകമായ ചിത്രീകരണമാണ് അദ്ദേഹം ഈ നോവലുകളിൽ ഇന്ത്യയിലെ യാഥാർത്ഥ്യങ്ങൾ, സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് കാണിച്ചിരിക്കുന്നത്. His storytelling prowess and ability to explore the complexities of human emotions continue to resonate with readers globally. ഇന്നും ജനങ്ങളെ ആകർഷിക്കുന്നു ഗ്ലോബലി അദ്ദേഹത്തിൻ്റെ രചനകൾ. Another luminary of this era was Raja Rao. Raja Rao മറ്റൊരു പ്രധാനിയാണ്. His writing style, deeply rooted in Indian philosophy and spirituality,
എക്സ്പ്ലോർഡ് തീംസ് ഓഫ് ട്രഡീഷൻ വേഴ്സസ് മോഡേണിറ്റി. ഇതാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട തീം. ട്രഡീഷൻ വേഴ്സസ് മോഡേണിറ്റി, പാരമ്പര്യം വേഴ്സസ് പുതുമകൾ. ആൻഡ് ദി ഇൻഡിവിജ്വൽസ് ക്വസ്റ്റ് ഫോർ മീനിങ്, വ്യക്തിയുടെ അർത്ഥത്തിന് വേണ്ടിയിട്ടുള്ള യാത്രകൾ. ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൻ്റെ പേർപ്പസ് എന്താണ്, തൻ്റെ നിലനിൽപ്പിൻ്റെ അർത്ഥം എന്തെന്ന് അന്വേഷിക്കുന്ന യാത്രകൾ, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ തീംസാണ് ത്രൂ ഹിസ് നോവൽസ്. Raja Rao not only depicted the cultural ethos, സാംസ്കാരികമായ പ്രത്യേകതകൾ മാത്രമല്ല അദ്ദേഹം ആവിഷ്കരിച്ചത്, പിന്നെന്തൊക്കെയാണ്, ഓഫ് ഇന്ത്യ, ബട്ട് ഓൾസോ കോൺട്രിബ്യൂട്ടഡ് ടു ദി ഇവോൾവിംഗ് ഡിസ്കോഴ്സ് ഓഫ് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഐഡന്റിറ്റി ആൻഡ് നേഷൻഹുഡ്. രാജ്യം എന്നാൽ എന്താണ്, നേഷൻഹുഡ്, രാജ്യത്തിൻ്റെ ഐഡന്റിറ്റി എന്താണ്, ഇത്തരം വിഷയങ്ങൾ അദ്ദേഹം ചർച്ച ചെയ്തിരുന്നു. അതൊരു അക്കാലത്തെ പ്രധാനപ്പെട്ട ഒരു തീമായിരുന്നു അത്. മൂവിങ് എ ഹെഡ് ഇൻ ടൈം, കുറച്ചുകൂടി നമ്മൾ ഫാസ്റ്റ് ഫോർവേഡ് അടിച്ചാൽ, Salman Rushdie emerged as a novelist whose works transcend boundaries. അതിർത്തികളെ മറികടക്കുന്ന, അതിർവരമ്പുകളില്ലാത്ത നോവലുകൾ സൃഷ്ടിച്ച സൽമാൻ റഷ്ദി. ആൻഡ് ചാലഞ്ച്ഡ് കൺവെൻഷൻസ്, പാരമ്പര്യങ്ങളെ വെല്ലുവിളിച്ച സൽമാൻ റഷ്ദി. ഹിസ് മാഗ്നം ഓപ്പസ് മിഡ് നൈറ്റ്സ് ചിൽഡ്രൻ, അർദ്ധരാത്രിയുടെ സന്താനങ്ങൾ, മിഡ് നൈറ്റ്സ് ചിൽഡ്രൻ, not only garnered critical acclaim but also won the Booker Prize, catapulting Indian English ലിറ്ററേച്ചർ ഇൻ ടു ഗ്ലോബൽ സ്റ്റേജ്. ഇന്ത്യൻ ഇംഗ്ലീഷ് സാഹിത്യത്തെ ആഗോള വേദിയിലേക്ക് എത്തിച്ച പ്രമുഖരിൽ ഒരാളാണ് സൽമാൻ റഷ്ദി. മിഡ് നൈറ്റ്സ് ചിൽഡ്രൻ ബുക്കർ പ്രൈസ് നേടിയ കൃതി. റഷ്ദീസ് നറേറ്റീവ് ടെക്നീക്സ്, അദ്ദേഹത്തിൻ്റെ രചനാ ശൈലികൾ, ബ്ലെൻഡിങ് മാജിക്കൽ റിയലിസം വിത്ത് ഹിസ്റ്റോറിക്കൽ ഇവൻറ്റ്സ്, റിഫ്ലക്റ്റഡ് ദ കംപ്ലക്സിറ്റീസ് ഓഫ് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇന്ത്യസ് പൊളിറ്റിക്കൽ ആൻഡ് കൾച്ചറൽ ലാൻഡ്സ്കേപ്പ്. മാജിക്കൽ റിയലിസം എന്ന രചനാ സങ്കേതം ഉപയോഗിച്ചുകൊണ്ട് ചരിത്ര സംഭവങ്ങളെയും രാഷ്ട്രീയ വിഷയങ്ങളെയും ഒക്കെ അദ്ദേഹം സങ്കീർണതയിൽ യോജിപ്പിക്കുന്നു. അപ്പോൾ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇന്ത്യയുടെ രാഷ്ട്രീയ സാംസ്കാരിക ഒരു സാഹചര്യത്തെയാണ് അദ്ദേഹം പ്രത്യേകിച്ച് ഈ നോവലിൽ ചിത്രീകരിക്കുന്നത്. എന്നാൽ അതിന് അദ്ദേഹം ഉപയോഗിക്കുന്ന സാഹിത്യ സങ്കേതത്തിൻ്റെ പേര് അണ്ടർലൈൻ ചെയ്തു വെക്കുക, മാജിക്കൽ റിയലിസം. നമുക്ക് ബ്രസീലിയൻ എഴുത്തുകാരായ ഒരുപാട് എഴുത്തുകാർ, മരിയോ ബഗായോസ, അതുപോലെ തന്നെ ഗബ്രിയേൽ ഗാർസിയ മാർക്കേസ്, ഇവരൊക്കെ മാജിക്കൽ റിയലിസം ശക്തമായി ഉപയോഗിച്ച മറ്റെഴുത്തുകാരാണ്. ഇന്ത്യക്കാരിൽ പ്രമുഖനാണ് നമ്മുടെ സൽമാൻ റഷ്ദി. അരുന്ധതി റോയ് is another contemporary novelist whose debut novel, The God of Small Things, gained widespread acclaim. അത് അടുത്ത നോവലിസ്റ്റ് സൽമാൻ റഷ്ദിക്ക് ശേഷം ഇന്ത്യൻ ഇംഗ്ലീഷ് നോവലിനെ ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട രീതിയിലേക്ക് എടുത്തുയർത്തിയ അരുന്ധതി റോയ്, ദി ഗോഡ് ഓഫ് സ്മോൾ തിങ്സിന്റെ രചയിതാവ്, winning the Booker Prize in 1997. 1997 ഈ രചനയും ബുക്കർ പ്രൈസ് നേടുന്നുണ്ട്. Roy's lyrical prose and bold exploration of social issues including caste discrimination and political corruption highlighted the paradoxes of modern Indian society. ആധുനിക ഇന്ത്യൻ സമൂഹത്തിൻ്റെ ചില പാരഡോക്സുകളെ, ചില യാഥാർത്ഥ്യങ്ങളെ, പരസ്പര വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ യാഥാർത്ഥ്യങ്ങളെ ചിത്രീകരിക്കുന്ന ലിറിക്കൽ ശൈലിയിൽ എഴുതിയ സംഗീതാത്മകമായ പ്രോസ് നിറഞ്ഞ മനോഹരമായ ഒരു കൃതിയാണ് ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്. Her work exemplifies the continuing evolution of post-independence Indian English literature, tracking pressing concerns with literary finesse. പ്രധാനപ്പെട്ട വിഷയങ്ങളെ സാഹിത്യത്തിൻ്റെ മനോഹാരിത കൊണ്ട് ചിത്രീകരിക്കുന്ന ഒരു ശൈലിയാണ് അവരുടേത്. ഇന്നും ഇവോൾവ് ചെയ്യുന്ന, പരിണമിച്ചുകൊണ്ടിരിക്കുന്ന സ്വാതന്ത്ര്യാനന്തര ഇന്ത്യൻ ഇംഗ്ലീഷ് നോവലിൻ്റെ ഒരു പ്രതിനിധി തന്നെയാണ് അരുന്ധതി റോയുടെ നോവൽ. Authors like Amitav Ghosh, Aravind Adiga and Kiran Desai have made incredible contributions to the post-independence Indian English literary canon. അമിതാഭ് ഘോഷ്, അരവിന്ദ് അഡിഗ, കിരൺ ദേശായ് ഇവരൊക്കെ ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ഇന്ത്യൻ എഴുത്തുകാരാണ്. Ghosh's historical sagas, Adiga's incisive social commentary, and Desai's evocative storytelling showcase the diverse narratives that characterize contemporary Indian literature. ഇവരുടെയൊക്കെ രചനകൾ സമകാലിക ഇന്ത്യൻ സാഹിത്യത്തിൻ്റെ പ്രത്യേകതകളെ ചൂണ്ടിക്കാണിക്കുന്നു. നിരവധി നോവലുകൾ ഇവരുടേതായുണ്ട്. അഡിഗയുടെ വൈറ്റ് ടൈഗർ ബുക്കർ പ്രൈസ് നേടിയിരുന്നു. The works of these post-independence Indian English novelists are not just literary achievements but also windows into the soul of a nation undergoing profound transformations. ഈ നോവലുകളൊക്കെ തന്നെ നമ്മൾ വെറും സാഹിത്യകൃതികളായിട്ടല്ല വായിക്കുന്നത്. അതാണ് ഈ ഇന്ത്യൻ, പ്രത്യേകിച്ച് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇന്ത്യൻ ഇംഗ്ലീഷ് സാഹിത്യത്തിൻ്റെ പ്രത്യേകത, നോവൽസിൻ്റെ പ്രത്യേകത. ഈ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇന്ത്യൻ ഇംഗ്ലീഷ് നോവൽസിനെ വായിക്കുമ്പോൾ അതിനെ വെറും കഥ വായിച്ചു പോകുന്നു അല്ലെങ്കിൽ നോവൽ വായിച്ചു പോകുന്നു, ടൈം പാസിന് ഞാൻ വായിക്കുക എന്ന രീതിയിലല്ല എടുക്കുന്നത്. മറിച്ച്
അത് ഇന്ത്യയുടെ പരിണാമത്തിൻ്റെ നേർചിത്രമായി, ഉദാഹരണമായി, ഇന്ത്യയുടെ പരിണാമത്തിൻ്റെ ചരിത്രത്തിലേക്കുള്ള ഒരു വാതായനമായി, ഒരു വിൻഡോ ആയിട്ട്, ഒരു ജനാലയായിട്ട് നമ്മൾ കാണുകയാണ്, ജാലകമായിട്ട് കാണുകയാണ്. ഈ നോവലുകളിലൊക്കെ അതാണ് നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. സാമൂഹ്യ വിഷയങ്ങളുണ്ട് ഈ നോവലുകളുടെ എല്ലാം തന്നെ. ഇപ്പോൾ സാമൂഹ്യ വിഷയങ്ങളെക്കുറിച്ചും പൊളിറ്റിക്കൽ വിഷയങ്ങളെക്കുറിച്ച്, കൾച്ചറൽ വിഷയങ്ങളെക്കുറിച്ച്, സീരിയസ് ആയ വിഷയങ്ങൾ, ജനങ്ങളെ സ്വാധീനിക്കുന്ന ജീവിതവുമായി ബന്ധപ്പെട്ട അല്പം സോഷ്യൽ റിയലിസം ഉണ്ടാവാം, ഇല്ലാതിരിക്കാം, ശൈലിയിൽ മാജിക്കൽ റിയലിസം ഉണ്ടാവാം, ഇല്ലാതിരിക്കാം, ഡിപ്പെൻഡിങ് ഓൺ റൈറ്റിംഗ് സ്റ്റൈൽ ഓഫ് ഈച്ച് ഓഥർ. അങ്ങനെ സോഷ്യൽ വിഷയങ്ങൾ കൂടുതൽ കൈകാര്യം ചെയ്യും. ഇന്ത്യയുടെ ഈ പരിവർത്തനത്തെ, ഇന്ത്യയുടെ യാഥാർത്ഥ്യങ്ങൾ ചിത്രീകരിക്കുകയുമാണ് ഈ നോവലുകളെ പ്രത്യേക പരിഗണനയ്ക്ക് അർഹമാക്കുന്നത്. ഇതല്ലാത്ത നോവലുകളും ഉണ്ട്. ഏകദേശം 90കളുടെ അവസാനം, 1990s അവസാനമാണ് ചേതൻ ഭഗത്തിനെ പോലുള്ള പോപ്പുലർ റൈറ്റേഴ്സ് ഇന്ത്യൻ ഇംഗ്ലീഷ് ഫിക്ഷനിലേക്ക് എൻട്രൻസ് എടുക്കുന്നത്. അവർ വന്നതിന് ശേഷം ശരിക്കും ഇന്ത്യൻ ഇംഗ്ലീഷ് ഫിക്ഷൻ്റെ സ്വഭാവം കുറച്ചും കൂടി മാറുകയാണ്. പോപ്പുലർ റൈറ്റിംഗ് ഇന്ത്യയിൽ കൂടുന്നത് ആ സമയത്താണ്. ജനങ്ങൾ വാങ്ങി വായിക്കാൻ ഇഷ്ടപ്പെടുന്ന, അതായത് ഒരു കോളേജ് യൂണിവേഴ്സിറ്റി ലെവലിലല്ലാതെ, യൂണിവേഴ്സിറ്റികളിൽ വായിക്കപ്പെടാതെ സാധാരണ ജനങ്ങളുടെ വായനാമുറികളിലേക്ക്, അതായത് ഞാനൊരു അക്കാലത്ത് ഒരു ന്യൂസ് പേപ്പറിൽ വായിച്ചതാണ്. ചേതൻ ഭഗത്തിൻ്റെ ഒക്കെ പുസ്തകങ്ങളിൽ അക്കാലത്ത് 75 രൂപ 99 രൂപയൊക്കെ ആയിരുന്നു. അപ്പോൾ അക്കാലത്ത് സാധാരണക്കാർ സാധനം വാങ്ങാൻ, പച്ചക്കറിയും മത്സ്യമൊക്കെ വാങ്ങാൻ വരുന്നവർ ഈ പച്ചക്കറിയൊക്കെ വാങ്ങി കിട്ടുന്ന ബാക്കി പൈസക്ക് ഒരു നോവലും വാങ്ങി വീട്ടിൽ പോകും എന്ന ഒരു കോൺസെപ്റ്റാണ് അക്കാലത്ത് വളരെയധികം ഈ നോവലുകളെ വിജയിപ്പിച്ചത്. പിന്നെ തീർച്ചയായിട്ടും അക്കാലത്തെ എഴുത്തുകാരൻ, പ്രത്യേകിച്ച് ചേതൻ ഭഗത്ത് എന്ന ഒറ്റ പേര്, ആ എഴുത്തുകാരൻ്റെ ഒരു അക്കാലത്തെ മായികമായ കഥ പറയാനുള്ള അദ്ദേഹത്തിൻ്റെ ആഖ്യാന ശൈലി, സിമ്പിൾ ലാംഗ്വേജ്, ഇന്ത്യൻ ഇംഗ്ലീഷ്, അതിൻ്റെ സിംപ്ലിസിറ്റി, പിന്നെ സാധാരണ അദ്ദേഹത്തിന് നല്ല കഥ പറയാനുള്ളൊരു കഴിവുണ്ട്. അദ്ദേഹത്തിന് നറേറ്റീവ് സ്കിൽ, അത് എടുത്തു പറയേണ്ട ഒന്നാണ്. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ കഥകൾ വിജയിക്കുന്നത്, നോവലുകൾ വിജയിക്കുന്നത്. കൊച്ചു നോവലുകൾ ചെറിയ പൈസയ്ക്ക് വാങ്ങാൻ പറ്റും. സാധാരണക്കാർ നോവലുകൾ വാങ്ങി വായിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു 90കളുടെ അവസാനവും 2000ൻ്റെ ആ തുടക്കത്തിൽ ആദ്യത്തെ ഒരു 10 വർഷം. ഇപ്പോഴും അത് തുടരുന്നുണ്ട് കേട്ടോ, ആ സ്റ്റൈൽ ഇപ്പോഴും തുടരുന്നുണ്ട്. ഇപ്പം ചേതൻ ഭഗത്തിന് ശേഷം ഒരുപാട് പുതിയ എഴുത്തുകാർ ഇന്ത്യയിൽ അതുകൊണ്ട് ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ട്, പല മേഖലകളിൽ നിന്ന്. ഇവരൊന്നും ഈ ചേതൻ ഭഗത്തൊന്നും സാഹിത്യ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്നവരല്ല, ബാങ്കിങ് മേഖലയിൽ നിന്നൊക്കെ വരുന്നവരാണ്. അങ്ങനെ ഒരു പുതിയ എഴുത്തുകാരുടെ ഒരു കൂട്ടം പിന്നീട് വരുന്നുണ്ട് ഇവിടെ. അങ്ങനെ ഒരുപാട് ഇൻഫ്ലുവൻസ് ഇന്നത്തെ ആധുനിക അല്ലെങ്കിൽ കണ്ടംപററി സമകാലിക ഇന്ത്യൻ ഇംഗ്ലീഷ് ഫിക്ഷനിൽ നമുക്ക് കാണാൻ സാധിക്കും. വർക്ക്സ് ഓഫ് ദീസ് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇന്ത്യൻ ഇംഗ്ലീഷ് നോവലിസ്റ്റ് ആർ നോട്ട് ജസ്റ്റ് ലിറ്റററി അച്ചീവ്മെന്റ്സ്. ഇവന്ന് സാഹിത്യ നേട്ടങ്ങൾ മാത്രമായിട്ട് കാണരുത് കൊണ്ട്, ബട്ട് ഓൾസോ വിൻഡോസ് ഇൻ ടു ദ സോൾ ഓഫ് എ നേഷൻ അണ്ടർഗോയിങ് പ്രൊഫൗണ്ട് ട്രാൻസ്ഫോർമേഷൻസ്. They have captured the essence of their times, reflecting the hopes, struggles, and aspirations of a flourishing post-colonial society. Their narratives have fostered a deeper understanding of India's pluralistic identity and cultural readiness or cultural richness on a global scale. Richness എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, richness on a global scale. ആഗോളതലത്തിൽ ഇന്ത്യയുടെ സാംസ്കാരിക അഭിവൃദ്ധി അല്ലെങ്കിൽ സാംസ്കാരിക സമ്പന്നതയെ വിളിച്ചോതുന്നവയായിരുന്നു ഈ നോവലുകൾ. ഇനി അടുത്തതായിട്ട് വിമൻ നോവലിസ്റ്റുകളാണ്. നമുക്കത് അടുത്ത വീഡിയോയിൽ, അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ ക്ലാസ്. നിങ്ങൾക്ക് വ്യക്തമായെന്ന് കരുതുന്നു. നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ക്ലാസ്സുകൾ ഷെയർ ചെയ്യുക. ക്ലാസ്സുകൾ കിട്ടാത്തവർക്ക് വേണ്ടി ഈ ക്ലാസ്സുകൾ പരമാവധി ഷെയർ ചെയ്യുക. അത്തരത്തിലുള്ള വിദ്യാർത്ഥികളെ ഉദ്ദേശിച്ചാണ് ഈ ക്ലാസ്സുകൾ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്കതൊരു വലിയ ഉപകാരമായിരിക്കുമെന്ന് കരുതുകയാണ്. ഒരിക്കൽ കൂടി അടുത്ത ക്ലാസ്സിൽ നമ്മൾ പുതിയ യൂണിറ്റുമായി വരുന്നത് വരെ ഈ ക്ലാസ് ഒന്ന് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണുക. പ്രത്യേകമായിട്ട് ലെക്ചർ നോട്ട്സ് എഴുതിയെടുക്കുക, പോയിന്റ്സ് ഒന്ന് ഓർമ്മിച്ച് വെക്കുക. ഓക്കെ, സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു സോ മച്ച്. ഹാവ് എ ഗ്രേറ്റ് ടൈം. ഗോഡ് ബ്ലെസ് യു. ബൈ.